നമസ്കാരം. കഴിഞ്ഞ 30 വർഷങ്ങളായി പ്രസംഗിച്ച് നടന്ന ഒരു പാഠം കഴിഞ്ഞ ദിവസം ഞാൻ പരീക്ഷിച്ചു. സംഭവം ക്ലിക്കായി. സേലിംഗം ആരംഭിക്കുന്നു. തുറമുഖ വിഷയത്തിന് വേണ്ടി പ്രസംഗിക്കുക മാത്രമല്ല, ഇടയ്ക്ക് ചില ക്ലാസ്സുകളും എടുക്കാറുണ്ടായിരുന്നു. അവിടെ നമ്മുടെ തുറമുഖം എന്താണ് നാളെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും ആ ക്ലാസ്സുകളിൽ അവതരിപ്പിച്ചിരുന്ന ഒരു കാര്യം, നമ്മുടെ കൊല്ലത്തുനിന്ന് പോകുന്ന കശുവണ്ടി ദുബായിലെത്തുന്നു. സൗദി അറേബ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ വരുന്ന ഈന്തപ്പഴം ഡേറ്റ്സ് ദുബായിലെത്തുന്നു. ദുബായിൽ എന്താണ് ചെയ്യുന്നത്? ദുബായിലെ ജബലലി പോർട്ടിന്റെ ഏകദേശം 5000 യൂണിറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്, സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ. അതിലൊരു യൂണിറ്റിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഈന്തപ്പഴത്തിന്റെ മുകളിൽ നമ്മുടെ ഇവിടെ നിന്ന് പോയ ഒരു കശുവണ്ടി എടുത്തു വെക്കുന്നു. എന്നിട്ട് ഇത് പാക്ക് ചെയ്ത് പുതിയ ഒരു വില, പുതിയൊരു വാല്യൂ ഒക്കെ ആയിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈവൻ ദുബായ് അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തോട്ടും പോകുന്ന വാല്യൂ അഡീഷൻ, ഇവിടുന്ന് പോയ കശുവണ്ടിയായിട്ടല്ല വിൽക്കുന്നത്, ഇറാനിൽ നിന്ന് വന്ന ഈന്തപ്പഴമായിട്ടല്ല വിൽക്കുന്നത്. ഈന്തപ്പഴത്തിന്റെ മുകളിൽ ഒരു കശുവണ്ടി എടുത്തു വെച്ച് പുതിയൊരു സാധനം ഉണ്ടാക്കുക. ഇതാണ് വാല്യൂ അഡീഷൻ. ഇതാണ് നമ്മുടെ തുറമുഖത്ത് നാളെ ഏറ്റവും കൂടുതൽ ഒറിജിനൽ മാനുഫാക്ചറിങ്ങിന്റെ ഒരു ആംബിയൻസ് കേരളത്തിൽ രൂപപ്പെട്ടു വരാൻ ഇനിയും ചിലപ്പോ വർഷങ്ങളാണോ പതിറ്റാണ്ടുകളാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ വാല്യൂ അഡീഷൻ വളരെ പെട്ടെന്ന് നടക്കാം. അതിപ്പോ തന്നെ കൊച്ചി വഴി കണ്ടെയ്നർ ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് വാല്യൂ അഡീഷൻ ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് വലിയ തോതിൽ ഇവിടെ സംഭവിക്കാം. ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു വിശ്വ പൗരനായി മാറും എന്ന് ഒരുപാട് തവണ ഞാൻ ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാസർഗോഡ് ഇരിക്കുന്ന ആൾക്കും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ കന്യാകുമാരിയോ തിരുനെൽവേലിയോ പരിസരത്തിരിക്കുന്ന എല്ലാവർക്കും സാധ്യമാണ്. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ കണ്ട്ല പോർട്ടാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലെ കണ്ട്ല പോർട്ടാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഇന്ത്യ കണ്ടക്ട്സ് ഫസ്റ്റ് ഷോർ ടു ഷിപ്പ് മെത്തനോൾ ബങ്കറിംഗ് അറ്റ് കണ്ട്ല പോർട്ട്. വന്നിപ്പോ ഇന്ത്യയിലും എത്തിയ അവസാനം. ഇന്ത്യ കണ്ടക്ട്സ് ഫസ്റ്റ് ഷോർ ടു ഷിപ്പ് മെത്തനോൾ ബങ്കറിംഗ് അറ്റ് കണ്ട്ല പോർട്ട്. കണ്ട്ല പോർട്ടിൽ നിന്ന് കപ്പലിലോട്ട് എന്താണ് ഷിപ്പ് ഫസ്റ്റ് ഷോർ ടു ഷിപ്പ്, നമ്മുടെ വാർഫിൽ നിന്ന് കപ്പലിലോട്ട് ആദ്യമായിട്ട് മെത്തനോൾ കൊടുത്തു, നമ്മുടെ ഒരു പോർട്ടിൽ കൊടുത്തു. ഇന്ത്യസ് കണ്ട്ല പോർട്ട് ഇൻ ഗുജറാത്ത് ടുക്ക് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ക്ലീനർ ഷിപ്പിംഗ് ബൈ ക്യാരിയിങ് ഔട്ട് എ ഷോർ ടു ഷിപ്പ് മെത്തനോൾ ബങ്കറിംഗ് ട്രയൽ ഓൺ 2 April 2026. ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോർട്ടിൽ നിന്ന് മെത്തനോൾ, നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ചൈനയിൽ നടക്കുന്നു, ജപ്പാനിൽ നടക്കുന്നു, സിംഗപ്പൂരിൽ നടക്കുന്നു, ഹോങ്കോങ്ങിൽ നടക്കുന്നു, റോട്ടർഡാമിൽ നടക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന്റെ ഒടുവിൽ ഇന്ത്യയിലെ പോർട്ടിലെത്തി. ദി ഓപ്പറേഷൻ ടെസ്റ്റഡ് ദ പോർട്ട്സ് എബിലിറ്റി ടു സപ്ലൈ മെത്തനോൾ, എ ക്ലീനർ ഓൾട്ടർനേറ്റീവ് ടു കൺവെൻഷണൽ മറൈൻ ഫ്യൂവൽസ്. അതുമായിട്ട് ഫോസിൽ ഫ്യൂവലുമായിട്ട് നോക്കുമ്പോൾ ക്ലീനർ ആണ്. ആൻഡ് ചെക്ക്ഡ് വെദർ ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ റെഡി ഫോർ റെഗുലർ യൂസ്. മെത്തനോൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കപ്പലിന് കൊടുക്കാനുള്ള ഒരു വലിയ സംവിധാനമുണ്ട്. കാരണം ഫോസിൽ ഫ്യൂവലിന് വേണ്ടിയാണ് ഇതെല്ലാം രൂപപ്പെടുത്തിയത്. അതുപോലെ തന്നെ പുതിയൊരു സംവിധാനം, ഒരു സപ്ലൈ ചെയിൻ സംവിധാനം, സേഫ്റ്റി ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി സംഭവം കൊടുത്തു. ദ പോർട്ട് ഇസ് നൗ വർക്കിംഗ് ടു അറേഞ്ച് സപ്ലൈ ടു അബൌട്ട് 500 kilotons. 500 kilotons എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ടൺ പെർ ഇയർ ഓഫ് RFNBO കംപ്ലൈന്റ് ഈ മെത്തനോൾ ബൈ 28-29. ഒരു പ്രത്യേക ഗ്രേഡുള്ള ഈ മെത്തനോൾ 5 ലക്ഷം ടൺ നൽകാനുള്ള ക്രമീകരണങ്ങളിലോട്ട് കണ്ട്ല പോർട്ട് കിടക്കുകയാണ്. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്തടുത്ത് വരുന്നു. മറ്റ് രാജ്യങ്ങളല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പോർട്ട് ഇത് സാധ്യമാണെന്ന് തെളിയിച്ചു. ഇനി അടുത്ത നടപടി എന്താണ് അവരുടെ? ആഫ്റ്റർ ദിസ് ഷോർ ടു ഷിപ്പ്
നമ്മുടെ വാർഫിൽ നിന്ന് ഷിപ്പിലോട്ട് കൊടുത്തു. ഇനി അടുത്തത് എന്താണ്? ആഫ്റ്റർ ദ ഷോർട്ട് ടു ഷിപ്പ് ട്രയൽ, കണ്ട്ല പോർട്ട് പ്ലാൻസ് ടു മൂവ് ടു ഷിപ്പ്. ആങ്കറേജിൽ കിടക്കുന്ന കപ്പലിൽ പോർട്ടിൽ നിന്ന് കൊണ്ടുപോയി ഉൾക്കടലിൽ വെച്ച് അല്ലെങ്കിൽ തീരക്കടലിൽ വെച്ച് കൊടുക്കുന്ന ഷിപ്പ് ടു ഷിപ്പ്. ആഫ്റ്റർ ദി ഷോർട്ട് ടു ഷിപ്പ് ട്രയൽ, കണ്ട്ല പോർട്ട് പ്ലാൻസ് ടു മൂവ് ടു ഷിപ്പ് മെത്തനോൾ ബങ്കറിംഗ് ഇൻ ദ നെക്സ്റ്റ് ഫേസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ലോകം മുഴുവൻ നടക്കുന്ന തരത്തിൽ രണ്ട് വിധേനയും പോർട്ടിൽ വരുന്ന കപ്പലുകൾക്കും കൊടുക്കുന്നു, പോർട്ടിന് പുറത്ത് കടന്നു പോകുന്ന കപ്പലുകൾക്കും കൊടുക്കുന്നു. ഇവിടെയാണ് പ്രസംഗിച്ച് നടന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചത്. നമുക്ക് മെത്തനോളില്ല, നമ്മുടെ പോർട്ടിൽ മെത്തനോളില്ല, നമ്മുടെ പോർട്ട് ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നമ്മുടെ ഗവൺമെന്റ് ചിന്തിച്ചിട്ടില്ല. ഇവിടെ 1 ലിറ്റർ പോലും 1 മില്ലി ലിറ്റർ പോലും മെത്തനോളിന്റെ ഉൽപാദനം നടന്നിട്ടില്ല. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് തടസ്സമാകേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ പറയുന്നത്, തിരിയാത്ത ഭൂമിയെ ചവിട്ടിത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു സാധ്യത വരികയാണ്. ഏറ്റവും അടുത്ത് അന്തർദേശീയ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു തുറമുഖത്തിന്റെ പരിസരത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇത്തരം സാധ്യതകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഞാൻ പോർട്ടും പറയുന്നില്ല, കമ്പനിയുടെ പേരും പറയുന്നില്ല. ഞാൻ മെത്തനോൾ ആവശ്യമുള്ള ഒരു കമ്പനിക്ക് മെത്തനോൾ, കാരണം കണ്ട്ലയിൽ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് വാങ്ങാൻ എളുപ്പമായി. ഡോളറും വേണ്ട, യൂറോയും വേണ്ട, ഒന്നും വേണ്ട, ഇന്ത്യൻ റുപ്പിയിൽ സാധനം കിട്ടും. അപ്പോൾ പൈസ മുടക്കാൻ തയ്യാറാണെങ്കിൽ മെത്തനോൾ കിട്ടും, കണ്ട്ല തരാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്തു കൂടെ? വേണ്ടി വന്നാൽ കണ്ട്ലയിൽ നിന്ന് ഒരു ബാർജിൽ നമ്മുടെ തുറമുഖത്ത് കൊണ്ടോ നമ്മുടെ ആങ്കറേജിൽ വെച്ച് നമ്മൾ കപ്പലുകൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഞാനൊരു കമ്പനിക്ക് മെയിൽ അയച്ചു. അടിയറ സിമ്പൽ. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എനിക്ക് മറുപടി വന്നു. താങ്ക് യു ഫോർ കോണ്ടാക്ടിങ് അസ്. കൈൻഡ്ലി പ്രൊവൈഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ബിഫോർ വി പ്രൊസീഡ് ഫർദർ. നിങ്ങൾ നൽകിയ പ്രപ്പോസൽ അത് മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് അറിയണം. ഒന്ന്, FOB പോർട്ട് ഫ്രീ ഓൺ ബോർഡ്. ഇത് എവിടെ നിന്നാണ്, ഏത് പോർട്ടിൽ നിന്നാണ് കയറുന്നത്? കമേഴ്ഷ്യൽ ഡേറ്റ് എന്നാണ് കൊടുക്കാൻ പറ്റുന്നത്? ഓഫ് ടേക്ക് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, തരാൻ പറ്റും? കാർബൺ ഇന്റൻസിറ്റി, അവർ ചില ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാർബൺ ഇന്റൻസിറ്റി അറ്റ് FOB പോർട്ട്, നമ്മൾ കൊടുക്കുന്ന പോർട്ടിൽ വെച്ച് ഇതിന്റെ കാർബൺ ഇന്റൻസിറ്റി എത്രയാണ്? സർട്ടിഫിക്കേഷൻസ് അറ്റൈൻഡ്, അല്ല സർട്ടിഫിക്കേഷൻസ് ഇല്ലാതെ ഒന്നും ആരും സ്വീകരിക്കില്ല. അപ്പോൾ ഇന്റർനാഷണൽ ഏജൻസീസ് നമ്മുടെ പ്രോഡക്റ്റിനെ സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫിക്കേഷൻസ് അറ്റൈൻഡ്. ടൈപ്പ് ഓഫ് മെത്തനോൾ, പലതരം മെത്തനോൾ ഉണ്ട്. ഇപ്പോൾ ഗ്രേ മെത്തനോൾ ഉണ്ട്, ബ്ലൂ മെത്തനോൾ ഉണ്ട്, മെത്തനോൾ ഉണ്ട്, നമ്മുടെ ഗ്രീൻ മെത്തനോൾ ഉണ്ട്. അങ്ങനെ പലതരം മെത്തനോളുകൾ മാർക്കറ്റിലുണ്ട്. ഫോസിൽ ഫ്യൂവലിൽ നിന്ന് എടുക്കുന്ന മെത്തനോൾ ഉണ്ട്, നാച്ചുറൽ ഗ്യാസിൽ നിന്ന് എടുക്കുന്നതുണ്ട്. അങ്ങനെ പലതരം മെത്തനോൾ ഉള്ളതുകൊണ്ട് ടൈപ്പ് ഓഫ് മെത്തനോൾ ഏതാണെന്ന് പറയണം. FOB പ്രൈസ്, നമ്മുടെ പോർട്ടിൽ നിന്ന് കപ്പലിൽ കയറ്റി വിടുന്ന തുക എത്ര, വില എത്ര? IMPCA വേർഷൻ 10, അത് ടെക്നിക്കൽ ടേം ആണ്, വലിയ കാര്യമാണ്. ഇന്റർനാഷണൽ മെത്തനോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് അസോസിയേഷൻ വേർഷൻ 10. അവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. എത്രത്തോളം കാർബൺ ഉണ്ട്, എത്രത്തോളം സൾഫർ ഉണ്ട്, തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് എത്ര ഉണ്ട്, അതിന്റെ എല്ലാം കൃത്യം കണക്കുണ്ട്. അതിലെല്ലാം പാസ്സായാൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു തുള്ളി മെത്തനോൾ ഇല്ല, നമ്മുടെ പോർട്ട് കൊടുക്കാമെന്ന് ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. ഇതൊന്നും നമ്മളെ ബാക്കൗട്ട് ചെയ്യേണ്ട ഘടകങ്ങളല്ല. നമ്മൾ ഇടിച്ചു കയറുക എന്ന് പറയും. അന്തർദേശീയ തലത്തിലുള്ള ഒരു ക്ലയന്റിനാണ് ഞാൻ മെയിൽ അയച്ചത്. കാരണം ഈ സാധനത്തിന്റെ ഡിമാൻഡാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് മറുപടി വന്നു. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കണം. എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സഹായം, നമ്മുടെ കണ്ട്ല പോർട്ടിൽ ഇത്തരം വിവരങ്ങൾ നൽകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഈ കമ്പനിക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയും. മറ്റൊരു പാഠം കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കശുവണ്ടിയും ഈന്തപ്പഴവും പോലെ വേറെ ആരുടെയോ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് സന്തോഷമാണ്. കശുവണ്ടി സപ്ലൈ ചെയ്യുന്ന ആൾക്ക് സന്തോഷമാണ്, ഡേറ്റ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് സന്തോഷമാണ്. കാരണം അവരുടെ കോമ്പറ്റീറ്റർ ആവുന്നില്ല, നമ്മൾ പുതിയ പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്.
ഇതുപോലെ ഒരു മൂന്നാമത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ലോകം മുഴുവനും ഇരിക്കുന്ന പ്രോഡക്ട്സുകളെ കുറിച്ച് അതിന്റെ ഒരു മാർക്കറ്റ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. കാരണം എന്താണ്, നമ്മുടെ മുമ്പിലൂടെയാണ് ലോകത്തിന്റെ വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് 30 വർഷം പറഞ്ഞത് പോർട്ടിന്റെ പരിസരത്തുള്ളവർ, കേരളീയർ, തമിഴ്നാട്ടുകാർ, കർണാടകക്കാർ വിശ്വപൗരന്മാരായി മാറാൻ പോകുന്ന നാളുകളാണ് നമ്മുടെ പോർട്ട് ഇനി സമ്മാനിക്കാൻ പോകുന്നത്.